അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇബാദത്തുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ള ഏതാനും ഹദീസുകളാണ്, മൊഴിമുത്തുകളാണ്. എന്തെല്ലാം നാം കേൾക്കുന്നുവോ ആ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി അല്ലദീന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന, കേൾക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും ചില ആളുകൾ, എന്നിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായത് സുന്ദരമായത് പിൻപറ്റുകയും ചെയ്യും ചില ആളുകൾ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുംറത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. قال النبي صلى الله عليه وسلم أحب البلاد إلى الله مساجدها وأبغض البلاد إلى الله أسواقها. رواه مسلم. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം ആ നാടുകളിലെ പള്ളികളാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ ധാരാളമായി ഉച്ചരിക്കപ്പെടുന്ന അവന്റെ പള്ളികൾ എന്ന് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിരിക്കുകയാണ്. സൂറത്ത് നൂറിൽ അതിസുന്ദരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രകാശത്തെ വർണ്ണിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിസുന്ദരമായ അല്ലാഹുവിന്റെ ആ പ്രകാശം അവരുടെ ഹൃദയത്തിൽ കൊളുത്തിയെടുക്കാൻ അവരാഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇത്രയും സുന്ദരമായ അലങ്കാരത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ വിളക്ക് അന്വേഷിക്കുന്നവർക്ക് ഫീ ബുയൂത്തിൻ ചില ഭവനങ്ങളിൽ അല്ലാഹുവിന്റെ ആ വെളിച്ചം ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഭവനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ പള്ളികളാണ്. അപ്പൊ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ നാമം ധാരാളമായി ഉച്ചരിക്കപ്പെടുന്ന ആ പള്ളി അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. പള്ളിയിലേക്ക് നടക്കുന്നത് പോലും പുണ്യമാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ ദറജകൾ ഉയരുകയും നിങ്ങളുടെ ദോഷം കുറയ്ക്കുകയും ചെയ്യുന്ന സംഭവമാണ്. പള്ളിയിൽ സാധാരണ വീട് പോലെ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ദുആയുണ്ട്. എന്നാൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട വേറെ ദുആ ഉണ്ട്. വീട്ടിലേക്ക് കടക്കുമ്പോഴുള്ള ദുആ അല്ല നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക ദുആയോടുകൂടി തന്നെയാണ് നമ്മൾ അകത്ത് കയറുന്നത്. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. എപ്പോഴും നമുക്ക് ആ ഒരു ബോധം വേണം. അല്ലാഹു ഇഷ്ടപ്പെട്ട ഭവനങ്ങളെ അല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് മലിനമാക്കരുത്. വമൻ അദ്ലം അസ്തഗ്ഫിറുല്ലാഹ്, എന്തൊരു ചോദ്യമാണ്. വമൻ അദ്ലം മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരാളെ തടയുക, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നതിൽ നിന്നും ഒരാളെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നും തടയുക എന്നത്, തടയുന്നത് രണ്ടർത്ഥത്തിൽ. ഒന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ, മറ്റൊന്ന് നമ്മുടെ ശബ്ദം മുഖേന. നമ്മളെന്തോ സംസാരിക്കുന്നു, നിസ്കരിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ഉപദ്രവമുണ്ടായി, അല്ലെങ്കിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി. ആ രീതിയിലാണ് നമ്മുടെ സംസാരങ്ങളും ഒക്കെ. അല്ലാഹു ചോദിച്ച ആ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. വമൻ അദ്ലം,
യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി, അക്രമം പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ, അവന്റെ രണ്ട് കൈയും കടിച്ച് കീരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. വനദറു الظാലിമീന ഫീഹാ ജിസിയൻ, നിന്യരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളെയാണ് നരകത്തിൽ ഉപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദുൽമു ദുലുമാതു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഇരുളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ അക്രമം എന്തുണ്ട് എന്ന ചോദ്യത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാം, അത്രയും വലിയ പാതകമാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരാളെ തടയുക. അള്ളാഹുവിന്റെ പള്ളി പ്രത്യേകിച്ചിട്ടും, അള്ളാഹുവിന്റെ പള്ളി. അപ്പോ ആ കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ശബ്ദം പല സ്ഥലത്ത് എത്തുന്നുണ്ട് അല്ലേ? അപ്പോ എല്ലാവരും, പള്ളിയിലെ ഉസ്താദുമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? ദുആ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവർക്കൊക്കെ ഉപദ്രവമുണ്ടാകുന്ന രീതിയിലാണ് ഒരാളുടെ ദുആ എങ്കിൽ ഇത് ഹറാമാണെന്നാണ് ശാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ തന്നെ വിശദീകരിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സ്ഥലം ആ നാടിലെ ടൗൺ പ്രദേശമാണ്, അങ്ങാടികളാണ് എന്നും പറയേണ്ടായി. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ അർശ് മഹാസംഭവമാണ്, മഹാസംഭവമാണ്. അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് അള്ളാഹു പ്രത്യേകം ചില ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. അത് 7 വിഭാഗം ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ ആരാണെന്നറിയാമോ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ബസ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയുമായിട്ട് എപ്പോഴും അവന്റെ മനസ്സ് വല്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പള്ളി, അതുമായിട്ടുള്ള ചിന്തകൾ, പള്ളിയിൽ വരുന്ന ആളുകളെ സ്വീകരിക്കുക, അതേപോലെ പള്ളിയെ പരിപാലിക്കുക, അതൊക്കെ വലിയ സംഭവമാണ്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, നിശ്ചയം അള്ളാഹുവിന്റെ പള്ളികളില്ല. ഫീ ബുയൂത്തിൻ, അള്ളാഹുവിന്റെ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുന്നത് ആരാണെന്നറിയാമോ? അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്. അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ പള്ളി ഏറ്റവും നന്നായ രീതിയിൽ പരിഗണിക്കാൻ കഴിയുള്ളൂ. ഈ അഹബ്ബുൽ ബിലാദിൽ എന്തെങ്കിലും ഒരു സംഗതി കണ്ടാല് വലിയ കുഴപ്പങ്ങളൊന്നും സൃഷ്ടിക്കാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഈമാനിന്റെ ഒരു വലിയ ഭാഗം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ജീവി ചത്തി കിടക്കുന്നുണ്ട്, വല്ല പൂമ്പാറ്റയോ കൊതുകോ മൂട്ടയോ അല്ലെങ്കിൽ പല്ലികളുടെ ചെറിയ ജീവികളുടെ കാഷ്ടമോ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയെ ഫീ ബുയൂത്തിൻ, അള്ളാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പള്ളിയെ വൃത്തിയാക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി നമ്മളതെടുത്ത് കളയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഈമാൻ ഒരുപാട് ശാഖകളുണ്ട് അല്ലേ? അതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഏറ്റവും അവസാനത്തേത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കുക എന്നുള്ളതാണ്. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുന്നത് അത് പള്ളിയിൽ നിന്നാകുമ്പോൾ അതിന്റെ മാറ്റി വർദ്ധിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ പള്ളിയെ പരിപാലിക്കുക, പള്ളിയുമായിട്ട് എപ്പോഴും ചിന്തകൾ അല്ലേ? അവിടെ കുറെ ആളുകൾ വരുന്നുണ്ട്, കൂട്ടായിട്ട് നിന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബ്ലീസിന് ഇതിനെക്കാളും വലിയ കോപം വേറെയില്ല. എല്ലാവരും കൂട്ടായി സുജൂദ് ചെയ്യുന്നു, ഒന്നിച്ചൊരുമിച്ച് ഒരു സഫിൽ തെറ്റാതെ ഒരേ ഭാഷയാണ് അവരുടേത്. സ്നേഹം ഊട്ടി ഉറപ്പിക്കാനുള്ള, പലപ്പോഴും അത് ചിന്തിക്കാറില്ല കേട്ടോ. പലപ്പോഴും സലാം കിട്ടുമ്പോൾ നമുക്കൊരു നിയ്യത്ത് വേണം. ആർക്കായി സലാം പറയുന്നത്? അസ്സലാമു അലൈക്കും എന്നല്ലേ പറയുന്നത്? ആർക്കായി സലാം പറയുന്നത്?
അല്ലേ? ആ സലാം ഇങ്ങനെ സ്പേസിന് വിട്ടേക്കുകയാണ്. സലാം പറയുന്നത് അവന്റെ ഇടത്തും വലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കും തോളോട് തോളുരുമ്മി നിന്നിട്ട് അടുത്ത് വെച്ചിട്ട് അടുത്ത് നിൽക്കണം എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അകൽച്ച അവരുടെ ശരീരഭാഷയിൽ പോലും അവരുടെ ബോഡി ലാംഗ്വേജിൽ പോലും അകൽച്ചയില്ല. ഒരു ചെറിയ വിടവ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കും, സഫ് നേരെ ഉണ്ടാക്കും. സഫ് നേരെയാക്കാന്ന് പറഞ്ഞാൽ നിസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ഉണർത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ സഫ് ശരിയാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. നിസ്കാരത്തിന്റെ സഫിൽ വരുന്ന മാറ്റത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളെ അകറ്റിക്കളയുന്നതാണ്. ഏറ്റവും സുന്ദരമായൊരു പ്രോസസ്സാണ്. എന്നിട്ട് തോളോട് തോളുരുമ്മി അടുത്ത് നിന്ന് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. സാധാരണ ഒരാളോട് സലാം പറയില്ല. എങ്ങനെയാ സലാം പറയില്ല? 1 മീറ്ററിന്റെ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവും അല്ലെ? കൂടിപ്പോയാല് 1/2 മീറ്ററിന്റെ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവും. എന്നിട്ടാണ് സലാം പറയുന്നത്. അടുത്ത് വന്നിട്ട്, മുഖത്തിന്റെ അടുത്ത് വന്നിട്ട് സലാം പറയും. എന്ന് നിസ്കാരത്തിൽ സംഭവിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇടത്തും വലത്തും ഒക്കെയുള്ള നമ്മുടെ നീയത്തതായില്ല, പക്ഷെ അത് മറന്നു പോരുത് കേട്ടോ. ഇടത്തും വലത്തും ഒക്കെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതി പ്രകാരം നബിയെ, താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഒരിക്കലും ഞങ്ങൾ ഇറങ്ങി വരുന്നില്ല. മലക്കുകൾ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മലക്കുകൾ വരുന്നത്, ഭൂമിയിൽ ഇടപെടുന്നത്, നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ആ മലക്കുകൾക്കൊക്കെയാണ് നമ്മൾ സലാം പറയുന്നത്. ചില്ലറ സലാമല്ല സലാം. അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത്. നമ്മോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ വല്ലാത്ത ആഗ്രഹമാണ്. ആ പള്ളിയെ പരിചരിക്കാൻ, ആ പള്ളിയെ എപ്പോഴും പള്ളിയിൽ വരുന്നവരെ പരിചരിക്കാൻ, അതേപോലെ ആ പള്ളിയെ പരിപാലിക്കുവാൻ വലിയ ശുഷ്കാന്തിയാണ് അവർക്ക്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആദരിച്ച വലിയ വ്യക്തിത്വമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വലിയ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആളുകളുടെ വായിൽ നിന്ന് തെറിച്ച വല്ല കഫമോ മറ്റോ കണ്ടാൽ സ്വന്തം കൈകൊണ്ടത് വൃത്തിയാക്കുന്നതാണ്. ഹദീസാണത്. നേരെ മറിച്ച് വൃത്തിയാക്കാൻ ഒരുപാട് ആളുകളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകളാണ് മുഹാജിറുകളൊക്കെ. തങ്ങളുടെ ജീവൻ പോലും പരിഗണിച്ചിട്ട് അത്രത്തോളം ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാനുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൽക്കർമ്മം അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് മോശമായ കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന മോശമായ കർമ്മങ്ങളിൽ പള്ളിയിൽ എന്തെങ്കിലും ഉപദ്രവമായ വസ്തുക്കളെ കണ്ടിട്ട് അത് നീക്കം ചെയ്യപ്പെടാൻ ഇരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന മോശമായ കർമ്മങ്ങളാണ് എന്നൊക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ പള്ളിയുമായിട്ടുള്ള ബന്ധം, പള്ളിയായിട്ട് കൂടുതൽ എപ്പോഴും ഒരു പള്ളിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ തന്നെ ഇപ്പോ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു വലിയൊരാള് ലണ്ടൻ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോയപ്പോ അദ്ദേഹം അതൊക്കെ വെസ്റ്റ് മിനിസ്റ്റർ ആബി ഇതൊക്കെ കണ്ടിട്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടത്തേക്ക് ഞാൻ തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടിയാല് അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയ ആളാണ്, അതാണ് പറയുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ വല്ലാതെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്,
വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഭവനത്തെയാണ് സ്നേഹിക്കുക. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, നിന്റെ ഔദാര്യത്തെ ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായും റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പള്ളിയിലേക്ക് വരാൻ. ഇപ്പൊ അത്യാവശ്യ കാര്യം വബ്തഗു മിൻ ഫദ്ലില്ലാഹ് അല്ലാഹു പറഞ്ഞതാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാ ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ജുമാ ദിവസം നിങ്ങൾക്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണമെന്നാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുക, എല്ലാവരും പോയിക്കോ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടിക്കോ. ഓരോരുത്തർക്കും അവരവരുടേതായ ജോലി, ഉപജീവനം എല്ലാം ഉണ്ട്, തേടിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അത് വേണം, മഈശത്താണ്, ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മത്തു അംറിനാ വഅസ്ലിഹ് ലനാ ദുനിയാനാ അല്ലതീ ഫീഹാ മആശുനാ. സുന്ദരമായ ദുആയുടെ ഒരു ഭാഗമാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ദീനിനെ, ഞങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാം പ്രാധാന്യമുള്ള നമ്മുടെ ദീനിനെ നീ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ ദുനിയാവിനെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരണം. ഫീഹാ മആശുന, അതിലാണ് നമ്മുടെ മഈശത്തുള്ളത്, നമ്മുടെ ഉപജീവനമുള്ളത്. അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എങ്കിലും അത്യാവശ്യം നമ്മൾ കടയിലിരിക്കുന്ന സമയത്ത്, ബിസിനസ് ചെയ്യുന്ന സമയത്ത്, പുറത്ത് വീട്ടിലായിരിക്കുന്ന സമയത്തും മനസ്സെപ്പോഴും അങ്ങോട്ടാണ്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുക അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക്. അപ്പൊ പള്ളിയിൽ നല്ലൊരു ബോധത്തോടു കൂടി വരിക. അതേപോലെ അങ്ങാടിയിലൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അല്ലെ പലതരത്തിലുള്ള ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ടൗൺ പ്രദേശമാണ്, പലതരത്തിലും പല മനസ്സുമുള്ള ആളുകൾ ഉണ്ടാകും. പല തെറ്റായ കാഴ്ചകളും കാണാനും അല്ലെങ്കിൽ ഇടപാടുകളും ഇടപഴകലുകളും സംഭവിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ മനസ്സോടുകൂടി മാത്രം സഞ്ചരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യാം. رواه مسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.